ചന്ദ്രമാസമാണ്. അപ്പൊ ആർത്തവത്തിന്റെയും ഗർഭത്തിന്റെയും കാലഘട്ടം നമ്മൾ ചന്ദ്രമാസമായിട്ടാണ്. ആർത്തവം സാധാരണഗതിയിൽ 28 ദിവസം കൂടുമ്പോൾ ഒരു ചന്ദ്രമാസം, ഗർഭകാലം 10 ചന്ദ്രമാസം. ഇപ്പോ ഗർഭകാലത്തിന്റെ അവസാന കാലഘട്ടത്തില് ശിശു ഇങ്ങനെയാണ് കിടക്കുന്നത്. ശിശു അല്ലെങ്കിൽ ഫീറ്റസ് ശീർഷാസനത്തിലാണ് കിടക്കുന്നത്, തല താഴെ. ആദ്യ മാസങ്ങളില് ചിലപ്പോൾ ചന്തിയോ കാലോ കയ്യോ ഒക്കെ അടിയിലാണെങ്കിലും ക്രമേണ തലയോട്ടിയുടെ ഭാരം കൊണ്ട്, തലയോട്ടി എന്ന് പറയുന്നത് അസ്ഥികളാണ്, അസ്ഥിക്ക് കൂടുതൽ വെയിറ്റ് വരും. ആ വെയിറ്റ് കൂടുന്ന ആ ഭാഗം ക്രമേണ താഴേക്ക് വന്നിട്ട് അങ്ങനെ പ്രകൃതി ചെയ്യുന്നതിന്റെ ഉദ്ദേശം, അരക്കെട്ടെന്ന് പറയുന്നത് അസ്ഥി കൊണ്ടുള്ള ഒരു കൂടാണ്. ആ അസ്ഥി കൊണ്ടുള്ള കൂടിൽ കൂടി ഇറങ്ങി വരണമെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അവയവത്തിന് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് കട്ടിയുള്ള തല ആദ്യം തന്നെ പ്രസവ സമയത്ത് മുന്നോട്ട് വരുന്നത്. അപ്പൊ ആദ്യം തല വരാൻ സാധിച്ചാല് ബാക്കി കൂടുതലും കൈകാലുകളും നിഷ്പ്രയാസം വെളിയിലേക്ക് വരും. അപ്പൊ ഇതൊരു 90-95% ഗർഭത്തിൽ മാത്രമേ തല അടിയിൽ വരത്തുള്ളൂ. ബാക്കിയുള്ളവയില് ഒന്നുകിൽ ചന്തി, അതിന് നമ്മൾ ബ്രീച്ച് എന്ന് പറയും, ചന്തി അല്ലെങ്കിൽ കാല് അല്ലെങ്കിൽ കൈകൾ, ട്രാൻസ്വേഴ്സ് ലൈൻ പറയും. അങ്ങനെയുള്ള പ്രസവങ്ങളില് പ്രത്യേകിച്ചും കൈയാണ് വരുന്നതെങ്കിൽ, ട്രാൻസ്വേഴ്സ് ലൈൻ ആണെങ്കിൽ സാധാരണഗതിയിലുള്ള പ്രസവം നടക്കത്തില്ല, നമ്മുടെ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരും. ബ്രീച്ച് എന്ന് പറയുന്ന നമ്മുടെ ചന്തി അല്ലെങ്കിൽ പൃഷ്ഠഭാഗമാണ് വരുന്നതെങ്കിൽ കുറെ കേസുകളില് പ്രസവം തന്നെ നടക്കും. പ്രത്യേകിച്ചും 4-5 ഒക്കെ പ്രസവിച്ചവരാണെങ്കിൽ, അല്ലെങ്കിൽ തൂക്കം കുറഞ്ഞ ശിശുവാണ്. പക്ഷെ തൂക്കം കൂടിയ ശിശുവാണ്